5-6 വർഷം മുമ്പ് വരെ നമ്മുടെ മക്കളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയായിരുന്നു പെൺകുട്ടികളുടെ വസ്ത്രം. ഇന്ന് പെൺകുട്ടികൾ പാന്റ് ഇടുന്നത് കണങ്കാലിലേക്കാണ്. ഇത് വേറെ ആരുമില്ല, നമ്മളെ തന്നെ മൗലാമാരെ, നമ്മളതും നിങ്ങളതൊക്കെ എല്ലാരും മക്കളെ അവസ്ഥ ഞാൻ പറയുന്നു. ഞെരിയാണി മുകളിൽ കയറി കണങ്കാലിലേക്ക് പാൻസ് ഇട്ടിട്ടാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ പുറത്തിറങ്ങുക. വീട്ടിൽ നിന്നിറങ്ങുന്ന ഉമ്മാക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഉപ്പാക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഭർത്താവിന് പ്രശ്നമുണ്ടോ? ഇല്ല. ആങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. പഴയ കാലത്ത് ഒരു 10 വർഷം മുമ്പ് വരെ ആണും പെണ്ണും ഇടകലർന്നിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ വല്ലാത്ത നാണക്കേടായിരുന്നു. എന്നാൽ ഇന്ന് സ്വന്തം വീട്ടിൽ ക്ലാസ്സിൽ പഠിക്കുന്ന അന്യപുരുഷന്മാരായ ആളുകൾക്ക് നമ്മുടെ സ്വന്തം പെൺമക്കളുടെ കൂടെ ബെഡ്റൂമിൽ ഒന്നിച്ചിരുന്ന് ഇടകലരാൻ സാഹചര്യം ചെയ്തു കൊടുക്കുന്നത് നമ്മളാണ്. ഓരോ സെന്റ് ഓഫ് വരുമ്പോഴും, ഓരോ ഫയർവെൽ വരുമ്പോഴും, SSLC ആയാലും +2 ആയാലും പടച്ചോനെ സമൂഹത്തെ പറയിപ്പിക്കുന്ന ഒന്നും നമ്മുടെ സമൂഹം ചെയ്യരുത് എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത അപ്പോ നമ്മളെ പോലെയുള്ള ആലന്മാർക്ക് അയച്ചു തരും, എന്നിട്ട് നമ്മൾ മറുപടി പറയണം. ഈ സമൂഹം മൊത്തം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന പോലെയാണ് പല ആളുകളുടെയും ചിന്ത. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൂട്ടി അപ്പം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ സമാധാനം പറയണം, നമ്മൾ മറുപടി പറയണം. നിനക്ക് നമ്മൾ എന്ത് മറുപടി പറയാനും? സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളെ കുറിച്ച് ബോധമില്ലാത്തൊരു കാലത്ത് നമ്മൾ എന്ത് മറുപടി പറയണം?